സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ. എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും ചർച്ചകൾ നടക്കുന്ന ദിവസങ്ങളിൽ ദയവ് ചെയ്ത് മറ്റ് വകുപ്പുകളുടെ ചർച്ചകൾ വെച്ച് അവരുടെ ആ മന്ത്രിമാരെ അപമാനിക്കരുത്. കാരണം ഇവിടെ ഭരണകക്ഷിയിൽ നിന്ന് സംസാരിക്കുന്ന എല്ലാവർക്കും ഇന്ന് ഈ രണ്ട് വകുപ്പിനെക്കുറിച്ചും മാത്രമേ സംസാരിക്കാനും ആ വകുപ്പിൻ്റെ മന്ത്രിക്ക് വാഴ്ത്തുപാട്ട് പാടാനും മാത്രമേ നേരമുള്ളൂ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിനെയും റവന്യൂ വകുപ്പിനെക്കുറിച്ച് പിന്നെ CPI-ക്കാർ ഒന്ന് രണ്ട് പേരോടെ സംസാരിച്ചു. ബാക്കി ആരും പരാമർശിക്കുന്നില്ല സാർ. അതുകൊണ്ട് ഇന്ന് പിന്നെ എനിക്ക് ഇവിടെ അതിനെ സംബന്ധിച്ച് പറയാമല്ലോ, സമ്മേളനത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ നിയമസഭയിലൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ സഖാവ് M. സ്വരാജിൻ്റെ ഒരു പഴയ പോസ്റ്റാണ്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ? എനിക്കിപ്പോൾ ചോദിക്കുന്നത്, വർത്തമാനകാല CPM-ൽ മറിച്ചൊന്നും ഉണ്ടാകും എന്ന് ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. സാർ, ഞാൻ മറ്റേ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ സംബന്ധിച്ചൊന്നും ആരും പറയാത്തതുകൊണ്ട് അദ്ദേഹം ഈ ചർച്ചയിൽ പോലും ഇരുന്നിട്ടില്ല. ഇപ്പോഴാണ് അദ്ദേഹം വന്നിവിടെ ഇരുന്നത്. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഒന്ന്, ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആളുകൾ, കുട്ടികൾ, അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന അവരുടെ സ്പെഷ്യൽ സ്കൂളുകൾ, സാർ, ഇവരുടെ കാര്യത്തിൽ ഒരു കരുണയുണ്ടാവും. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാനും ആയിട്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങളിൽ ബഡ്ജറ്റിൽ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയോ പരിശീലന കേന്ദ്രങ്ങൾക്കുള്ള സ്ഥാപനങ്ങൾക്കുള്ള സഹായം നൽകിയോ ഇതുവരെ ചെയ്യാതെ ആ ഫണ്ട് ലാപ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഈ വർഷം ബഡ്ജറ്റിൽ തുക പോലും വകയിരുത്തിയിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സ്പെഷ്യൽ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് പരിശീലന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ തുക വകയിരുത്തുവാനായിട്ട് അങ്ങ് തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ DDRS ഗ്രാൻഡ് നൽകുന്ന സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രായപരിധി 23 കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് 23 വയസ്സ് വരെ അവർക്ക് ആ സ്കൂളുകളുടെ ഭാഗമായിട്ട് പഠിക്കുകയാണെങ്കിൽ, പരിശീലനം നേടുകയാണെങ്കിൽ അവർക്ക് ആ ഗ്രാൻഡ് ലഭിക്കും. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ സ്പെഷ്യൽ സ്കൂളുകൾക്ക് കൊടുക്കുന്നതിന് പ്രായപരിധി വിദ്യാർത്ഥികളുടെ നിശ്ചയിച്ചിരിക്കുന്നത് 18 വയസ്സാണ് സാർ. ഈ 18 വയസ്സ് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ എവിടെ പോകും? അവർക്ക് നിരത്തിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല, അവർക്ക് വീടുകളിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഈ സ്പെഷ്യൽ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് 23 വയസ്സ് വരെ പോകുന്നവർക്ക് അവർക്ക് ആ ഗ്രാൻഡ് കിട്ടാനുള്ള സംവിധാനം സംസ്ഥാന സർക്കാരും കൂടി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, അതുപോലെ തന്നെ സംസ്ഥാനത്ത് നമ്മുടെ ബഡ് സ്കൂളുകളുണ്ട്. ബഡ് സ്കൂളുകളിൽ നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും ആ ബഡ് സ്കൂളുകൾക്ക് അംഗീകാരവും ധനസഹായവും സർക്കാർ നൽകുന്നുണ്ട്. സാർ, അതുപോലെ പക്ഷേ സ്പെഷ്യൽ സ്കൂളുകൾ, ഈ അൺഎയ്ഡഡ് ആയിട്ട് നടത്തുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്നത് ഇത്തരം സ്പെഷ്യൽ സ്കൂളുകളിലാണ്. ആ സ്പെഷ്യൽ സ്കൂളുകളിൽ 20 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ധനസഹായം നൽകൂ എന്നുള്ളതാണ്. സാർ, ബഡ് സ്കൂളിൽ നമ്മൾ ഒരു വിദ്യാർത്ഥിയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ധനസഹായം നൽകുകയും മറ്റ് സ്പെഷ്യൽ സ്കൂളുകളിൽ 20 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലേ കൊടുക്കൂ എന്ന് പറയുന്നതും അത് സാർ തികച്ചും അന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഭൗതിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികളെങ്കിലും പരിഗണിച്ച് ആ സ്പെഷ്യൽ സ്കൂളുകൾക്ക് ആ പരിഗണന കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്കറിയാം. 2016 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഭിന്നശേഷി അവകാശ നിയമമുണ്ട്. സാർ, അതനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ മറ്റ് അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെക്കാൾ ചുരുങ്ങിയത് 25% വർധനവ് ഭിന്നശേഷിക്കാർക്ക് നൽകണമെന്നാണ് ആ നിയമം അനുശാസിക്കുന്നത്. സാർ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് ഭിന്നശേഷിക്കാർക്ക് നമ്മൾ കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ മറ്റ് സാമൂഹിക പെൻഷനേക്കാൾ അധികമായിട്ടുള്ള പ്രത്യേക പരിഗണന നൽകി ഭിന്നശേഷിക്കാർക്ക് നൽകിയിരുന്നു. പക്ഷേ സാർ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോൾ മറ്റു വിഭാഗങ്ങൾക്ക് നൽകുന്ന അതേ പെൻഷൻ തന്നെയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകുന്നത്. അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് സാർ, അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തി താമസിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ 1 ലക്ഷത്തിൽ കൂടുതൽ പ്രതിവർഷ വരുമാനമുള്ള സാഹചര്യത്തിൽ കുടുംബത്തിൽ വരുമാനം പോലും ഇല്ലാത്ത ഭിന്നശേഷിക്കാരന് പെൻഷൻ ലഭിക്കാത്ത അവസ്ഥയാണ്. സാർ, ഈ കുടുംബത്തിൻ്റെ വരുമാനം നോക്കിയിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്ക് വ്യക്തിഗത വരുമാനം കൂടി, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ വ്യക്തിഗത വരുമാനം കൂടി നോക്കണ്ടേ? ആ തരത്തിൽ അവർക്ക് ആ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും ദയവ് ചെയ്ത് ഈ സർക്കാർ ഇവിടെ പാവങ്ങളോടൊപ്പമാണ്, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളോടൊപ്പമാണ്, ഇടതുപക്ഷമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ അധികമായിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ് സാർ. അതുപോലെ മറ്റൊരു കാര്യം സാർ, നമ്മുടെ GST-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ GST നമുക്കറിയാം, കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ GST കൗൺസിലിലെ ധനകാര്യമന്ത്രിമാരും എല്ലാം ഏത് ഐറ്റത്തിനും GST വർദ്ധിപ്പിക്കുമ്പോൾ ധനകാര്യമന്ത്രിമാരെല്ലാവരും വളരെ സന്തുഷ്ടരാണ് സാർ. സാർ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നമുക്കിപ്പോൾ നിരവധിയായിട്ടുള്ള ഇപ്പോൾ ബേക്കറി മേഖലയിൽ അല്ലെങ്കിൽ ഈ പരമ്പരാഗതമായി നിരവധി വീടുകളിൽ കുടുംബശ്രീ പ്രവർത്തകർ, സ്ത്രീകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി സ്നാക്സ് ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ എല്ലാവർക്കും വളരെ രസകരമായിട്ട് തോന്നിയേക്കാം, പക്ഷേ യാഥാർത്ഥ്യമാണ് സാർ. പഴംപൊരി, വട, അതുപോലെ തന്നെ കൊഴുക്കട്ട പോലുള്ള നമ്മുടെ നാടൻ വിഭവങ്ങളുണ്ട്. ഇത് പെരീഷബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. ഇതിന് ഒരു ദിവസത്തെ മാത്രമേ ആയുസുള്ളൂ.
സർ, ഈ ഐറ്റത്തിന് നമ്മൾ 18% ഇപ്പോൾ GST ചുമത്തിയിരിക്കുന്നത്. സർ, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഇത് നിർമ്മിക്കുന്ന ആരാണ്? ഇത് പ്രധാനമായിട്ടും ഭവനങ്ങളിലെ ചെറുകിട സംരംഭകർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, അവരാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അവരിതിന് 18% കൊടുക്കണമെന്ന് പറയുമ്പോൾ, നികുതി കൊടുക്കണമെന്ന് പറയുമ്പോൾ, അത് ബേക്കറികൾ അല്ലെങ്കിൽ കടകൾ ഇതെടുക്കാൻ തയ്യാറാവുന്നില്ല. ഇവർക്കിത് കൊടുക്കാനും സാധിക്കാത്ത അവസ്ഥയാണ്. ഒരു ദിവസം കൊണ്ട് നഷ്ടം അല്ലെങ്കിൽ രണ്ടാം ദിവസം ഉപയോഗിക്കാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഇത് ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്, കേരളത്തിൻ്റെ തനതായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള ഇതുപോലെ സമാനമായിട്ടുള്ള സ്നാക്സിന് അവിടെ 5% അതിന് GST. ഇപ്പോൾ ജിലേബി, ലഡു പോലുള്ള സാധനങ്ങൾക്ക് അതിന് 5% GST കൊടുക്കുന്നുള്ളൂ. കാരണം അതൊരു ദിവസം കൊണ്ട് പെരീഷബിൾ ആയിട്ടുള്ള ഐറ്റംസ് പോലും അല്ല, അല്ലെങ്കിൽ 24 മണിക്കൂറിൽ കൂടുതൽ ലൈഫുള്ള ഐറ്റംസ് ആണ്. പക്ഷേ 24 മണിക്കൂർ മാത്രം ലൈഫുള്ള ഇത്തരം ഐറ്റത്തിന് 18% GST ഈടാക്കുമ്പോൾ അത് ഈ താഴെത്തട്ടിൽ ഇത് നിർമ്മിക്കുന്ന ആളുകൾക്ക് വലിയ ഒരു പ്രതിസന്ധിയാണ്. അക്കാര്യത്തിൽ ധനകാര്യമന്ത്രി അതിനകത്ത് ഇടപെടുകയും GST കൗൺസിലിൽ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം എന്നുമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. സർ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സർ, MLA ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടാണ്. സർ, MLA ഫണ്ടിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ MLA ഫണ്ടിൽ നിന്ന് ടൈല് വിരിക്കാനായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്താൽ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സാക്ഷന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിൽ വരേണ്ട അവസ്ഥയാണ്. സർ, എന്താണിത്? സർ, നമുക്ക് ജില്ലാ കളക്ടർമാർ എത്രയോ നാളുകളായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ 140 MLA-മാരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടൈല് വിരിക്കുന്ന, ഒരു റോഡിന് ടൈല് വിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്പെഷ്യൽ സാക്ഷന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിൽ വരണമെന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ ധനകാര്യ വകുപ്പിൽ ഇരിക്കുന്നവർക്ക് ഒരു പണിയില്ല. സർ, അത് അതോ നിങ്ങൾ കളക്ടറേറ്റിലിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? സർ, അത് ദയവ് നമ്മളിത് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാലമല്ലേ. എന്തിനാണ് വെറുതെ ഈ ഫയൽ മാസങ്ങളോളം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുന്നത്? അക്കാര്യത്തിൽ ധനകാര്യമന്ത്രി ഒരു ഇടപെടൽ നടത്തണം. അതുപോലെ തന്നെ MLA ഫണ്ടിൽ നിന്ന് സ്കൂളിൻ്റെ കളിസ്ഥലങ്ങളും അതുപോലെ തന്നെ പാർക്കും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള അല്ലെങ്കിൽ മറ്റ് സർക്കാർ വകുപ്പുകളുടെ കീഴിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അനുമതിയില്ല. അതിന് സ്പെഷ്യൽ സാങ്ഷൻ മേടിക്കണം. സർ, ഇത് ഇങ്ങനെ സ്പെഷ്യൽ സാങ്ഷൻ ഓരോ MLA ഫണ്ടിൽ നിന്നും ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ സാങ്ഷന് വേണ്ടിയിട്ട് എല്ലാ ഫയലുകളും ധനകാര്യ വകുപ്പിൽ വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സാർ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? അപ്പോൾ അക്കാര്യത്തിൽ ധനകാര്യമന്ത്രി ഇടപെട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത്. ഞാനൊരു നിർദ്ദേശം ചോദിക്കുകയാണ് സാർ, ഈ MLA ഫണ്ടിൽ നിന്നും ചെയ്യുന്ന പ്രവൃത്തികൾ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള വർക്കുകൾ പാടില്ല എന്ന് എന്ത് നിയമമാണ് സാർ? റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാ? ഒരു പഞ്ചായത്തിന്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനായിട്ട് എന്തുകൊണ്ട് MLA ഫണ്ട് വിനിയോഗിച്ചുകൂടാ? നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് അത് ലാഭമല്ലേ കൊണ്ടിരുന്നത്? സാർ, നമുക്ക് ഇവിടെ നമ്മൾ GSTയെ കുറിച്ച് സംസാരിക്കുന്നു. സാർ, നമ്മൾ എന്താ കാണേണ്ടത്? എൻ്റെ അടുത്ത് 2025 ഫെബ്രുവരിയിലെ കണക്കുണ്ട്. സാർ, 2025 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ചിട്ട് നമ്മുടെ GST കളക്ഷനിലുണ്ടായിരിക്കുന്ന വർധനമെന്ന് പറയുന്നത് കേവലം 8% മാത്രമാണ്. എന്ന് തൊട്ടടുത്ത സംസ്ഥാനം കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ 10% വർധനമുള്ളപ്പോൾ നമുക്ക് 8% മാത്രമാണ് വർധനവ്. നമുക്ക് ഇവിടെ പറയുന്നുണ്ടല്ലോ, നമ്മൾ നികുതി കൂടുതൽ ആളുകളെ GST പരിധിയിൽ കൊണ്ടുവരണം. വ്യവസായ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏതാണ്ട് 3.5 ലക്ഷം സംരംഭങ്ങൾ കഴിഞ്ഞ 3 വർഷം കൊണ്ടുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. സാർ, കേരളത്തിൽ GST തുടങ്ങിയ കാലം മുതൽ ഇതുവരെ നമുക്ക് GST രജിസ്ട്രേഷനുള്ള മൊത്തം 3.5 ലക്ഷം ആളുകളാണുള്ളത്. അപ്പോൾ 3.5 ലക്ഷം സംരംഭങ്ങൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ എത്ര പേര് പുതിയതായിട്ട് അഡീഷണലായിട്ട് GST നെറ്റിനുള്ളിൽ വന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ ആ കണക്കൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. സാർ, അതുപോലെ തന്നെ IGSTയിൽ എൻ്റെ അടുത്ത് കണക്കുകളുണ്ട്. സാർ, IGSTയിൽ നമുക്കുണ്ടായിരിക്കുന്ന വർധനമെന്ന് പറയുന്നത് കേവലം 6% മാത്രമാണ്. ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ എത്ര അധികമായിട്ട് വർധന ഉണ്ടാവേണ്ടതാണ് സാർ? തമിഴ്നാടിന് 17%, കർണാടകയ്ക്ക് 10% ഒക്കെ വർധന ഉണ്ടായപ്പോൾ നമുക്ക് കേവലം 6% മാത്രമാണ്. അപ്പോൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ പഠനത്തിൽ പറഞ്ഞിട്ടുള്ള കേരളത്തിന് ഏതാണ്ട് 25,000-ഓളം കോടി രൂപ IGST ഇനത്തിൽ മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ പഠനങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും കണക്കുകളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 57,000 കോടി നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ സാർ. 57,000 കോടി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് തരാണ്. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് എത്ര കിട്ടിയാലും അത് അധികമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ നമ്മുടെ സംസ്ഥാനം ഈ IGST ഇനത്തിലും ഈ GSTയിൽ നമുക്ക് കൂടുതൽ ആളുകളെ GSTയുടെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത് മൂലം നമുക്ക് SGSTയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടവും ഇതെല്ലാം കണക്കിലെടുത്താൽ 10,000-കണക്കിന് കോടി രൂപയാണ് സർ നമുക്ക് നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ടുന്ന തുക വരാതെ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. സർ, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സർ, ഇവിടെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ MLA-മാർ ഫണ്ട് കൊടുത്തതിൻ്റെയൊക്കെ കണക്ക് പറയുന്നുണ്ട്. സർ, ഞങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ബഡ്ജറ്റിൽ 20% ഉള്ള വർക്കുകൾ അലോട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ തദ്ദേശ റോഡുകളുടെ കാര്യത്തിലായാലും ഏറ്റവും ഒടുവിൽ ഇവിടെ ശബരിമല പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡുകൾ കൊടുത്ത കാര്യത്തിലായാലും
ഭരണകക്ഷി അംഗങ്ങൾക്ക് കൊടുക്കുന്നതും പ്രതിപക്ഷ അംഗങ്ങൾക്ക് നൽകുന്ന റോഡുകളുടെ കാര്യത്തിൽ തുകയുടെ കാര്യത്തിലും വലിയ അന്തരമാണ് സാർ. ഇതെന്തൊരു അനീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരുടെയെങ്കിലും ഏതെങ്കിലും മന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല, ഇഷ്ടമുള്ള പോലെ കൊടുത്തു. പക്ഷേ സാർ, ഞാൻ വരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ഒരു ജില്ലയിൽ നിന്ന് വരുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ സാർ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നികുതി കൊടുക്കുന്ന ജനങ്ങളുള്ള ജനപ്രതിനിധികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർഹമായ വിഹിതം മുഴുവൻ അംഗങ്ങൾക്കും 140 മണ്ഡലങ്ങളിലേക്കും കിട്ടാനായിട്ടുള്ള ഇടപെടലുണ്ടാവണം. അങ്ങനെ നീതിപൂർവമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാത്ത ഈ ധനകാര്യ വകുപ്പിനെയും ഈ മറ്റു വകുപ്പുകളുടെ ഈ ചർച്ചയെയും ഒരിക്കൽ കൂടി എതിർത്തുകൊണ്ട് നിർത്തുകയാണ് സാർ.